ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളെ പറ്റി തന്നെയാണ്. പുതുതായിട്ട് വലിയ നടപടികൾ അമേരിക്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധക്കപ്പലുകളുടെ പുതിയ സന്നാഹങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. നേരത്തെയുള്ള അബ്രഹാം ലിങ്കണിന് പുറമെ അതിനൂതനമായ പുതിയ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. മധ്യസ്ഥർ മുഖേന ഇറാന്റെ രാഷ്ട്രപ്രതിനിധികളുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നുള്ളത് ട്രംപിന് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുമായിട്ട് ചർച്ച നടത്തണമെന്നാണ്. അലി ഖമേനിയെ കാണണം, അദ്ദേഹത്തോട് വരാൻ പറയൂ, എന്നെ കാണാൻ എന്നൊക്കെയാണ്. അപ്പോൾ അലി ഖമേനി നേരത്തെ തന്നെ ട്രംപിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചർച്ച നടത്തുകയും വാക്കുകൾക്ക് വിലയില്ലാതാക്കുകയും ചെയ്യുന്ന ഒരാളോട് എനിക്ക് ചർച്ച നടത്താൻ സമയമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് വാക്കുകൾക്ക് വിലയില്ലാത്ത ആളുകളുമായിട്ട് ചർച്ച നടത്താൻ താല്പര്യമില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അന്ന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏതായാലും മധ്യേഷ്യയിൽ ഒന്നാകെ ഇവരുടെ ഈ ഒരു സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഭരണമാറ്റം വേണമെന്നാണ് അമേരിക്ക പറയുന്നത്. അതല്ലാതെ മറ്റൊരു വഴിയില്ല. പിന്നീട് ഇറാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള യുറേനിയം അടക്കമുള്ള ആണവ കാര്യങ്ങളിൽ നിന്നും യുറേനിയം ശേഖരണത്തിൽ നിന്നും ഇത്ര ശതമാനം മാത്രമേ ഊർജോൽപാദനത്തിന് ചെലവഴിക്കാൻ പാടുള്ളൂ. ബാലിസ്റ്റിക് മിസൈലുകൾ പദ്ധതികൾ ഉപേക്ഷിക്കണം. അതിനു പുറമെ ബാക്കി ശേഖരിച്ച യുറേനിയങ്ങൾ അമേരിക്കക്ക് നൽകണം. ഇതൊക്കെയാണ് ആക്രമിക്കാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട്, ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആക്രമിക്കുമെന്നാണ്. എന്തൊരു വിരോധാഭാസമായ കാര്യമാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യമാണ്. ഒന്ന്, ഇറാൻ സ്വന്തം നിലക്ക് ഈ ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു. അവർ സ്വന്തം നിലക്ക് ഊർജോൽപാദനം നടത്തുന്നു. അവർ സ്വന്തം നിലക്ക് വളർന്നു വരുന്നു. സ്വന്തം നിലക്ക് ബാലിസ്റ്റിക് അടക്കമുള്ള പദ്ധതികൾ, ആയുധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അത് വലിയ മുന്നേറ്റമുണ്ടാകും. ഇതൊക്കെ അവർ സ്വന്തം നിലക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അമേരിക്കയുടെ ഒരു സഹായവും ഉണ്ടായിട്ടില്ല. ഇവരുടെയൊക്കെ ഉപരോധങ്ങൾക്കിടയിലാണ് ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ എണ്ണ ഉപരോധം അവർ നടത്തുന്നു, ഡോളർ ഉപരോധം നടത്തുന്നു, കടലിൽ ഉപരോധം നേരിടുന്നു. രാഷ്ട്രങ്ങൾക്ക് അവരുടെ എണ്ണ സമ്പത്ത് വിൽക്കാൻ കഴിയില്ല, ഇറാനുമായിട്ട് വാണിജ്യ കരാർ ഉണ്ടാക്കാൻ പാടില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനുമായിട്ട് നടത്തുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ തൊട്ടൂരം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ നിന്നും പിന്മാറുമെന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ലോകത്തിലുള്ള മിക്കവാറും രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് കേൾക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇല്ലെങ്കിൽ താരിഫ് ചുമത്തും, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ നിരവധി തവണ ഡൊണാൾഡ് ട്രംപ് ആക്ഷേപിച്ചിട്ടുണ്ട്, അപഹസിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ 56 നെഞ്ചളവുണ്ട് എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഒരക്ഷരവും തിരിച്ചു പറഞ്ഞിട്ടില്ല. രാജ്യത്തിന് തന്നെ ഇപ്പോഴ് തീരുവ ചുമത്തിക്കൊണ്ട് 18% തീരുവയാണ്. ഇവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു തീരുവയുമില്ല. 0%, 0% ഇങ്ങോട്ട് ഇറക്കുന്നതിന്. അങ്ങോട്ട് 18% ഇങ്ങോട്ട് 0 ആണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിന് ടെക്സ്റ്റൈൽസിനും അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ, വസ്ത്രവ്യാപാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് അമേരിക്കയിൽ നികുതിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളോട് ഈ സമീപനം സ്വീകരിക്കുന്നത്. ഇതും രാജ്യത്ത് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു സാഹചര്യം എന്നുള്ള നിലക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. അപ്പോൾ ഇറാനിന്റെ കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇറാനിനെ ആക്രമിക്കാൻ ഏതു നിമിഷവും ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെയാണ് ഇതൊക്കെ പോകുന്നത്. പക്ഷെ അതിനിടയിൽ ഒമാനിൽ ഒരു ചർച്ച നടന്നു. ഈ ചർച്ചയിൽ ഒമാനാണല്ലോ മധ്യസ്ഥർ. അപ്പോൾ ഒമാനോട് ഇറാന്റെ കാര്യങ്ങൾ പറയും, അമേരിക്കയുടെ കാര്യങ്ങൾ പറയും. അവര് തിരിച്ച് ഇറാനെയോ അമേരിക്കയെയോ കാര്യങ്ങൾ അറിയിക്കും. ഇതാണ് ഇത്. രണ്ട് കാര്യങ്ങളാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, അവിടെ ഭരണം മാറണം. ഒന്നെങ്കിൽ ഭരണം മാറണം, അമേരിക്കക്കെതിരായുള്ള നയങ്ങൾ മാറണം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് പദ്ധതികൾ, ഇത്തരം യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും ഇറാൻ പിന്തിരിയണം. ഇതാണ് ഇറാൻ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള വഴികൾ എന്നുള്ളത്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരു പരമാധികാര രാജ്യത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതിനെ എതിർത്ത് അതിജീവിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ അതിജീവിക്കാം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും
ഇറാന്റെ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് എടുക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറാന്റെ സൈനിക കമാൻഡറായിരുന്ന, സൈനികയിലെ ഏറ്റവും വലിയ തലവനായിരുന്ന, അവരുടെ സൈനിക മേധാവിയായിരുന്ന, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയാവുന്ന ഖാസിം സുലൈമാനിയെ അമേരിക്ക വകവരുത്തി, അമേരിക്ക ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇറാഖിൽ വെച്ചാണ് അദ്ദേഹത്തെ അമേരിക്ക ആക്രമിച്ചത്. ആ ആക്രമണത്തോട് ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് പിന്നീട് അമേരിക്ക വീക്ഷിച്ചത്. അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ എന്തെങ്കിലും ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ യുദ്ധ പദ്ധതികളുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇറാൻ നോക്കിയത്. പക്ഷെ അന്ന് ഇറാന്റെ ആക്രമണം എന്നുള്ളത് വളരെ പരിമിതമായിരുന്നു. അമേരിക്കയുടെ ബേസ് ക്യാമ്പിനെ, ഇറാഖിലുള്ള അവരുടെ ബേസ് ക്യാമ്പിനെ ആക്രമിച്ചു. ചെറിയ മിസൈൽ ആക്രമണമാണ് നടത്തിയത്. അത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമായിരുന്നു. ഇത് ഒരു വിഷയം. മറ്റൊരു വിഷയം ഉള്ളത്, ഇറാനകത്തുണ്ടായ നിരവധി കുഴപ്പങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് കണ്ടെത്തുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ എന്തു ചെയ്യുമെന്ന് നോക്കുന്നു. അപ്പോഴും ഇറാൻ പരിമിതമായാണ് ആ കാര്യത്തിൽ ഇടപെട്ടത്. അമേരിക്കയുമായിട്ടുള്ള വിഷയത്തിൽ നിരന്തരമായ യുദ്ധപ്രകോപനങ്ങൾക്കിടയിൽ അവരുടെ സൈനിക തലവന്മാരെ വധിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാനിൽ നടത്തിയ ഓപ്പറേഷനുകളിൽ ഇറാൻ എന്താണ് തിരിച്ചു സ്വീകരിച്ചത് എന്നുള്ള നടപടി പലപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇറാൻ അന്നുണ്ടായിരുന്നില്ല. ഇത്രത്തോളം സാമൂഹികമായ സാഹചര്യം അവർക്ക് അനുകൂലമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ ആയിരിക്കാം എന്ന് വിലയിരുത്താവുന്നതാണ്. പക്ഷേ അമേരിക്കയും അവരുടെ കൂട്ടാളികളും ഈ കാര്യം കൃത്യമായിട്ട് വീക്ഷിച്ചിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികമായ, രാജ്യത്തിന് അകത്തുള്ള ചില ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ അമേരിക്ക പോലെയുള്ള ഏറ്റവും വലിയ എതിരാളിക്കെതിരെ ഒരു പരസ്യമായ യുദ്ധത്തിന് അവരെ നടത്തുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു യുദ്ധം തുടങ്ങിയാൽ അത് സാമ്പത്തികമായി ഓൾറെഡി നിരവധി പ്രശ്നങ്ങളുള്ള ഇറാൻ എന്നുള്ള രാജ്യത്തിന് അത് വീണ്ടും പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലേക്കുമാണ് കൊണ്ടുപോവുക. അതവർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചർച്ചയുടെ വാതിലുകൾ തുറക്കുമ്പോൾ പരമാവധി ചർച്ചയിലൂടെ പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ഇറാന്റെ ഒരു ബലഹീനതയായിട്ട് അമേരിക്ക പലപ്പോഴും മനസ്സിലാക്കുന്നു. നേരത്തെ ഒരു 12 ദിന യുദ്ധമാണ് ഇസ്രായേലുമായിട്ട് ഇറാൻ നടത്തിയത്. അത് ഇറാന്റെ ഏറ്റവും മികച്ച ആക്രമണമായിരുന്നു. അടുത്ത കാലത്ത് ഇറാൻ സ്വീകരിച്ച ഏറ്റവും വലിയ സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ അതും ഉണ്ടായത് എപ്പോഴാണ്? ഇറാന്റെ ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തുന്നു. ഇറാൻ സഹായിക്കുന്ന ഹിസ്ബുള്ളയുടെ മേധാവിയായ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു. ഗസയിൽ നരനായാട്ട് നടത്തുന്നു. ഈ ഗസയെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിലെ വിവിധ ഇടങ്ങളിൽ ഈ മൊസാദിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നടത്തുന്നു. ഇവരുടെ സൈനികരായ പലരെയും കൊലപ്പെടുത്തുന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ ഇസ്മയിൽ ഹനിയയുടെ വധമുണ്ട്. അത് ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനാണ്. അത് അവർ സമ്മതിച്ചതാണ്. ഹസൻ നസ്രുള്ളയുടെ, അവരുടെ ഏറ്റവും വിശ്വസ്തനായ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകമുണ്ട്. ഇതൊക്കെ ഉണ്ടപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയത് പരിമിതമായ ആക്രമണമാണ്. അതിനുശേഷമാണ് അവസാന നിമിഷങ്ങളിൽ ഇറാനിൽ നടത്തിയ, ഇസ്രായേൽ മൊസാദ് നടത്തിയ സൈനിക ജനറൽമാരെ അടക്കം കൊലപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾക്ക് അതിശക്തമായ യുദ്ധമുണ്ടായത്. അത് 12 ദിനം നീണ്ടുനിന്നു. അതിശക്തമായ ആക്രമണമായിരുന്നു. പരമാവധി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ള സ്ട്രാറ്റജി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നയം സ്വീകരിച്ചു. ഇത് ഏറ്റവും അവസാനം സംഭവിച്ചതാണ്. പക്ഷേ അതിനിടയിൽ നിരവധി കാര്യങ്ങൾ വന്നുപോയി. അപ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയില്ല, വിടാൻ കഴിയില്ല. കാരണം ഇസ്രായേലിനെയാണ് അവർ ആക്രമിച്ചത്. ലോകത്ത് അമേരിക്ക ഉണ്ടാക്കിയ വ്യവസ്ഥിതിയെയാണ് അവർ ചോദ്യം ചെയ്തത്. പക്ഷെ നിലവിൽ ഇറാൻ എന്നുള്ള രാജ്യം ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുമ്പിൽ അതിശക്തമായി നിലനിൽക്കേണ്ടത് ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്. ചൈനയും റഷ്യയും അവരുടെ സജ്ജീകരണങ്ങൾ നൽകിക്കൊണ്ട്, ആയുധങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യയൊക്കെ ഇറാന് നൽകിക്കൊണ്ട് പല രീതിയിൽ ഈ പ്രതിരോധത്തിൽ ഇറാനെ പിന്തുണക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. അവർ അത് കറൻസിയായി നൽകുന്നില്ല, പലപ്പോഴും ആയുധങ്ങളായി നൽകുന്നു എന്നുള്ള ആരോപണമുണ്ട്. പക്ഷെ ഇറാൻ എന്നുള്ള രാജ്യം പരമ്പരാഗതമായിട്ട് ഈ ഒരു മേഖലയിൽ അവർ ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ വെസ്റ്റേൺ മീഡിയയൊക്കെ ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘടനകളുണ്ട്. ഈ ഹിസ്ബുള്ളയായാലും അല്ലെങ്കിൽ ഇറാഖിലെ കരിയത്ത് ഹിസ്ബുള്ള, മൊബൈലൈസേഷൻ ഓഫ് ഇറാൻ, ഇറാഖ് റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ, സിറിയയിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ, ഈ യമനിലെ അൻസാറുള്ള ഹൂത്തികൾ, ഇവരൊക്കെ ഇറാന്റെ സഹായം
കിട്ടുന്നവരാണ്. ഇറാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഫലസ്തീനിലെ പരമ്പരാഗതമായിട്ടുള്ള ഇറാന്റെ ഒരു നിലപാടുണ്ട്, ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രം നിലവിൽ വരണമെന്ന്. അതിനവിടെ പോരാട്ടം നടത്തുന്ന, സായുധ പോരാട്ടം നടത്തുന്ന ഹമാസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളെയും അവർ പിന്തുണക്കുന്നുണ്ട്. അതൊരു സുന്നി ബേസ്ഡ് ആയിട്ട് പോലും. എങ്കിലും ഇതൊക്കെ അവരുടെ ഒരു നിലപാടിന്റെ ഭാഗമായി, അവരുടെ ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇത്തരം ഒരു അതികർശനമായ നിലപാടുള്ള, വ്യക്തമായ നിലപാടുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിനെതിരാണ്, അമേരിക്കയ്ക്കെതിരാണ്, ഇവരുടെയൊക്കെ സംവിധാനങ്ങൾക്കെതിരാണ്. അത്തരം അവർക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെയും ഒക്കെ പിന്തുണക്കുന്നത് കൊണ്ട് ഇറാന് സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ ഉണ്ടാകും. ആ നഷ്ടങ്ങൾ ഇറാൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനത്തിന് പിന്നിൽ നിന്നത്. അങ്ങനെ ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2006 ലെബനനിലെ ഇസ്രായേലിന്റെ അധിനിവേശം ഉണ്ടായിരുന്നു. ആ ഇസ്രായേൽ അധിനിവേശത്തിൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ട ബുദ്ധികൂർമ്മതയോട് കൂടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചത്, അത്തരം ഹിസ്ബുള്ളയ്ക്ക് നൽകിയത്, ഹിസ്ബുള്ളയുടെ സൈനിക ഗ്രൂപ്പിനെ ഇസ്രായേലിന് മുമ്പിൽ അണിനിരത്തിയത്, അതിന്റെ സൈനിക സന്നാഹങ്ങളൊക്കെ, സംവിധാനങ്ങളൊക്കെ, തന്ത്രങ്ങളൊക്കെ മെനഞ്ഞത് ഈ ഇറാന്റെ ഈ സൈനിക മേധാവിയാണ്, അഥവാ ഖാസിം സുലൈമാനിയാണ്. ആ ഖാസിം സുലൈമാനിയാണ് അമേരിക്ക വകവരുത്തിയത്. ഇതിന് പിന്നിലുള്ള കാരണം ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതും ഇറാൻ ഈ മേഖലയിലുള്ള ഈ പോരാട്ട പ്രസ്ഥാനങ്ങളെ പിന്തുണക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും അതിനു വേണ്ട സൈനിക പരിശീലനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ഖാസിം സുലൈമാനിയാണ്. അതുകൊണ്ട് ഖാസിം സുലൈമാനിയെ വകവരുത്തി. പക്ഷെ ഖാസിം സുലൈമാനിയെ വകവരുത്തുമ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിന് അമേരിക്ക പ്രതീക്ഷിച്ച തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർ അതിനേക്കാളും വലിയ തിരിച്ചടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇറാൻ അത് പരിമിതമായ സാഹചര്യത്തിൽ ഒരുക്കി, അവരുടെ ചില ബലഹീനതകൾ കാരണം അല്ലെങ്കിൽ അവരുടെ തയ്യാറെടുപ്പിന്റെ കുറവ് കൊണ്ടാകാം, ഏതായാലും പരമാവധി അവരുടെ സൈനിക മേധാവി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ കൊലപ്പെടുത്തിയാൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള നില വന്നു. പക്ഷേ ഇതിനൊക്കെ മാറ്റമുണ്ടായത് അവസാന 12 ദിവസത്തെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമാണ്. ഇസ്രായേലിനെ ആക്രമിച്ചതാണ്. ആ യുദ്ധത്തിൽ വെടിനിർത്തണമെന്നുള്ള ആവശ്യവുമായിട്ട് വന്നത് അമേരിക്കയാണ്. ഇപ്പോഴാണ് ഇറാന് നേരെ അമേരിക്ക ഈ ഒരു പദ്ധതികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അവരുടെ ഏറ്റവും ആക്രമണശേഷി പ്രവർത്തിക്കുന്ന രീതിയിൽ ഇതൊരു മേഖലാ യുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ള ശക്തമായ തീരുമാനം പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതൊരു മേഖലാ യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തം ഇതിന്റെ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നുവെന്നും ഞങ്ങൾ ഈ വിഷയം മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവനുള്ള സൈനിക താവളങ്ങളെയൊക്കെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇറാന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ്. ഈ നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ ഖാസിം സുലൈമാനിയുടെ വധമുണ്ടായപ്പോൾ തന്നെ ഇറാൻ സ്വീകരിച്ചു വരുന്നെങ്കിൽ ഇന്ന് ഇറാന് മുമ്പിൽ അവർ ഇത്തരത്തിലുള്ള നയനിലപാടുകൾ സ്വീകരിക്കില്ല, ഈ ഡോളർ പ്രതിസന്ധി ഉണ്ടാക്കില്ല. ശക്തർക്ക് മുമ്പിൽ ശക്തി കാണിച്ചുകൊണ്ട് അവരെ തിരിച്ചടിക്കണം എന്നുള്ള നയം സ്വീകരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടി ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ അമേരിക്ക ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭരണം മാറ്റണമെന്നാണ് പറയുന്നത്, റെജീം ചേഞ്ച് ഉണ്ടാവണമെന്നാണ് പറയുന്നത്, കമ്മ്യൂണി നാട് വിട്ടു പോകണമെന്നാണ് പറയുന്നത്. എല്ലാം ട്രംപും അമേരിക്കയിൽ നിന്ന് പറയുന്നു ലോകം അത് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ മടിയുറയെ പോലെ പിടിച്ചു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഏതായാലും ഇറാനിൽ ഇതുവരെയുള്ള അത്തരം ഓപ്പറേഷനുകൾക്ക് ഇവർ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് പോകരുതെന്നുള്ള നിലപാട് സഖ്യകക്ഷി സൗഹൃദ രാഷ്ട്രങ്ങളായ സൗദി, ഖത്തർ, മറ്റ് ഒമാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും, തുർക്കി അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇതിൽ ഇടപെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇറാന്റെ നിലപാട് എന്നുള്ളത് അവരുടെ ഫണ്ടമെന്റലിസവുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ ഷിയ ധാരയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങളെയൊക്കെ അവർ പിന്തുണക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഗസ വിഷയത്തിലും ഫലസ്തീൻ വിഷയത്തിലും അവരുടെ നിലപാട് മാറ്റാൻ അവർക്ക് കഴിയുമോ? ഇല്ല. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ അവരുടെ നിലപാട് മാറ്റാൻ കഴിയുമോ? ഇല്ല. ഈ ഹൂത്തികളടക്കമുള്ള വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റാൻ കഴിയുമോ? അതും കഴിയില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും അവർക്ക് വ്യതിചലിക്കാൻ കഴിയുമോ? കഴിയില്ല. അത് കഴിയാത്ത പക്ഷം ഇറാൻ അതിശക്തമായി ഇതിനെ ചെറുക്കേണ്ടി വരും. അല്ല എങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയാൽ മാത്രമേ പിന്നീട് ഇറാന് ഇത്തരം ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരില്ല. പക്ഷെ അപ്പോൾ അനാഥമാകുന്നത് ഈ പ്രതിരോധ അച്ചുതണ്ടായിരിക്കും. അവർക്കുള്ള സഹായം കിട്ടുന്ന ഏക സ്രോതസ് എന്നുള്ളതായിരിക്കും അപ്പോഴില്ലാതാവുക. അത്തരം ഒരു നിലപാടിലേക്ക് ഇറാന് ഒരിക്കലും പോകാൻ കഴിയില്ല. അത് അവരുടെ നിലവിലുള്ള ഇനി എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എത്ര പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ആ നിലപാടിൽ നിന്ന് അവർ മാറിയാൽ
ഇറാനും അയത്തുള്ള അലി ഖമേനിയും അവരുടെ സംവിധാനങ്ങളും അവരുടെ ആശയങ്ങളും കൂടിയാണ് ഇല്ലാതാവുക. അത് ലോകത്തെമ്പാടും മറ്റൊരു പ്രതിസന്ധിക്ക് ആക്കം വർദ്ധിപ്പിക്കുകയും പ്രതിരോധ മേഖലകളുടെ അച്ചുതണ്ട് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിപ്പെടും.